ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രിസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ SCRT ബയോളജിയിൽ നിന്നുള്ള 8ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പുള്ള വീഡിയോസ് 1 മുതൽ 7 വരെ ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അത് കാണുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലിടുക, അതുപോലെ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. 8ാമത്തെ ചാപ്റ്ററാണ് ജീവൻ പിന്നിട്ട പാതകൾ. നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കുന്നത് ജീവൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചും പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ചുമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ജീവൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചാണ് നമ്മൾ ആദ്യം പറയുന്നത്. അജൈവിക തന്മാത്രകൾ ആകസ്മികമായി കൂടിച്ചേർന്നതിൻ്റെ ഫലമാണ് ജീവൻ്റെ ആവിർഭാവം. അപ്പോൾ ജീവൻ്റെ ആവിർഭാവം എങ്ങനെയാണ്? അജൈവിക തന്മാത്രകൾ ആകസ്മികമായി കൂടിച്ചേർന്നാണ് ജീവൻ ആവിർഭവിച്ചത്. ജീവൻ്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട പ്രധാന സിദ്ധാന്തങ്ങൾ ഏതൊക്കെയാണ്? പാൻസ്പെർമിയ സിദ്ധാന്തവും രാസപരിണാമ സിദ്ധാന്തവുമാണ്. അപ്പോൾ ജീവൻ്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നമ്മൾ ഏതൊക്കെ പറയണം? പാൻസ്പെർമിയ സിദ്ധാന്തവും രാസപരിണാമ സിദ്ധാന്തവുമാണ് ജീവൻ്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട സിദ്ധാന്തങ്ങൾ. പ്രപഞ്ചത്തിലെ ഇതര ഗോളങ്ങളിലെവിടെയോ ജീവൻ ഉത്ഭവിച്ച് ആകസ്മികമായി ഭൂമിയിലെത്തിയതാകാം എന്ന് പ്രതിപാദിക്കുന്ന സിദ്ധാന്തമാണ് പാൻസ്പെർമിയ സിദ്ധാന്തം. ഇപ്പോൾ പാൻസ്പെർമിയ സിദ്ധാന്തം പറയുന്നത് എന്താണ്? പ്രപഞ്ചത്തിലെ ഇതര ഗോളങ്ങളിലെവിടെയോ ജീവൻ ഉത്ഭവിച്ച് എന്ത് ചെയ്തു? അത് ആകസ്മികമായി ഭൂമിയിലെത്തിയതാകാം എന്ന് പ്രതിപാദിക്കുന്ന സിദ്ധാന്തമാണ് പാൻസ്പെർമിയ സിദ്ധാന്തം. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഒരു അഡീഷണൽ പോയിന്റ് കൂടി തന്നിട്ടുണ്ട്. ഇൻസൈറ്റ് ചൊവ്വയിലിറങ്ങിയ വർഷം 2018 നവംബർ 26-നാണ് ഇൻസൈറ്റ് ചൊവ്വയിലിറങ്ങിയത്. ഇനി നമ്മൾ പറയുന്നത് രാസപരിണാമ സിദ്ധാന്തത്തെക്കുറിച്ചാണ്. എന്താണ് രാസപരിണാമ സിദ്ധാന്തം? ഏകദേശം 4500 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് രൂപപ്പെട്ട ഭൂമിയിൽ ജീവൻ്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന പ്രബലമായ സിദ്ധാന്തമാണ് രാസപരിണാമ സിദ്ധാന്തം. അപ്പോൾ രാസപരിണാമ സിദ്ധാന്തം പറയുന്നത് എന്താണ്? 4500 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ എന്ത് ചെയ്തു? രൂപപ്പെട്ട ജീവൻ്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന പ്രബലമായ സിദ്ധാന്തമാണ് ഇത് രാസപരിണാമ സിദ്ധാന്തം. ഇപ്പോൾ ഇവർ പറയുന്നു 4500 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവൻ്റെ ഉൽപ്പത്തി ഉണ്ടായി എന്നാണ് രാസപരിണാമ സിദ്ധാന്തം പറയുന്നത്. ആദിമ ഭൂമിയിലെ സവിശേഷ സാഹചര്യങ്ങളിൽ സമുദ്രജലത്തിലെ രാസവസ്തുക്കൾക്കുണ്ടായ മാറ്റങ്ങളുടെ ഫലമായി ജീവൻ ഉത്ഭവിച്ചു എന്ന് പ്രതിപാദിക്കുന്ന സിദ്ധാന്തമാണ് രാസപരിണാമ സിദ്ധാന്തം. അപ്പോൾ രാസപരിണാമ സിദ്ധാന്തം പറയുന്നത് എന്താണ്? ആദിമ ഭൂമിയിലെ സവിശേഷ സാഹചര്യങ്ങളിൽ എന്ത് ചെയ്തു? സമുദ്രജലത്തിലെ രാസവസ്തുക്കൾക്കുണ്ടായ മാറ്റങ്ങളുടെ ഫലമായിട്ടാണ് ജീവൻ ഉത്ഭവിച്ചു എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ രാസപരിണാമ സിദ്ധാന്തം പറയുന്നത്. അപ്പോൾ സമുദ്രജലത്തിലെ രാസവസ്തുക്കൾക്കുണ്ടായ മാറ്റങ്ങളുടെ ഫലമായിട്ട് ജീവൻ ഉത്ഭവിച്ചു എന്ന് പറയുന്ന സിദ്ധാന്തം ഏതാണ്? അതാണ് രാസപരിണാമ സിദ്ധാന്തം. രാസപരിണാമ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാക്കൾ AI ഒപ്പാരിൻ, റഷ്യക്കാരനായ AI ഒപ്പാരിനും JBS ഹാൾഡേനുമാണ്. ഹാൾഡേൻ ബ്രിട്ടീഷുകാരനാണ്. അപ്പോൾ റഷ്യക്കാരനായ AI ഒപ്പാരിനും ബ്രിട്ടീഷുകാരനായ JBS ഹാൾഡേനുമാണ് ഏത് സിദ്ധാന്തം? നമ്മുടെ രാസപരിണാമ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാക്കൾ. ഇനിവിടെ പരിണാമ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പരിണാമവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? ആദിമ ഭൂമിയുടെ അന്തരീക്ഷം എങ്ങനെയുള്ളതാണെന്നും അവിടുത്തെ ഊർജ്ജ സ്രോതസ് എവിടെ നിന്നുള്ളതായിരുന്നുവെന്നും നമ്മുടെ ലഘു ജൈവകണികകൾ, സങ്കീർണ ജൈവകണികകളൊക്കെ ഉണ്ടായി ഇങ്ങനെ ആദിമ കോശമായിട്ട് മാറിയത് എങ്ങനെയെന്നും ഒക്കെ പറയുന്ന സിദ്ധാന്തമാണ് രാസപരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നത്. അപ്പോൾ രാസപരിണാമ സിദ്ധാന്ത പ്രകാരം ആദിമ ഭൂമിയുടെ അന്തരീക്ഷം എന്ന് പറയുന്നത് എന്തൊക്കെ ചേർന്നതായിരുന്നു? നമ്മുടെ ആദിമ ഭൂമിയുടെ അന്തരീക്ഷം ഹൈഡ്രജൻ, നൈട്രജൻ, കാർബൺ ഡയോക്സൈഡ്, മീഥേൻ, അമോണിയ, നീരാവി, ഹൈഡ്രജൻ സൾഫൈഡ് തുടങ്ങിയ വാതകങ്ങൾ നിറഞ്ഞതായിരുന്നു.
ആദിമ ഭൂമിയുടെ അന്തരീക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ ആദിമ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? ഹൈഡ്രജനും നൈട്രജനും കാർബൺ ഡൈ ഓക്സൈഡും, പിന്നെ നീരാവി, അതുപോലെ മീഥേൻ, അമോണിയ, ഹൈഡ്രജൻ സൾഫൈഡ്, ഇതൊക്കെ ചേർന്നതായിരുന്നു ആദിമ ഭൂമിയുടെ അന്തരീക്ഷം എന്ന് പറയുന്നത്. ഇനി സ്വതന്ത്ര ഓക്സിജൻ ഇല്ലായിരുന്നു. അപ്പോൾ ഈ ഭൂമിയുടെ ആദിമ ഭൂമിയിൽ എന്തുണ്ടായിരുന്നില്ല? സ്വതന്ത്ര ഓക്സിജൻ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഈ സമയത്തെ, ഈ കാലഘട്ടത്തിലെ ഊർജ സ്രോതസ് ഇടിമിന്നൽ, അൾട്രാ വയലറ്റ് കിരണങ്ങൾ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, ഇവയിൽ നിന്നുള്ള ഊർജ സ്രോതസ്സുകളാണ് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ്? ഈ അന്തരീക്ഷത്തിലെ നീരാവി ഘനീഭവിച്ച് ഏറെക്കാലം നീണ്ടുനിന്ന മഴയോടെയാണ് സമുദ്രങ്ങൾ രൂപപ്പെട്ടതെന്നാണ് രാസപരിണാമത്തിൽ പറയുന്നത്. അപ്പോൾ അന്തരീക്ഷത്തിലെ നീരാവി എന്ത് ചെയ്തു? ഘനീഭവിച്ച് ഏറെക്കാലം നീണ്ടുനിന്ന മഴയോടെ എന്ത് ചെയ്തു? സമുദ്രങ്ങൾ രൂപപ്പെട്ടു എന്ന് പറയുന്ന സിദ്ധാന്തമാണ് രാസപരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ്? ലഘു ജൈവ കണികകളും അതുപോലെ സങ്കീർണ ജൈവ കണികകളും രൂപം കൊണ്ടു. ലഘു ജൈവ കണികകളിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? അമിനോ ആസിഡുകൾ, മോണോസാക്കറൈഡ്, നൈട്രജൻ ബേസുകൾ, അതുപോലെ ഫാറ്റി ആസിഡുകൾ എന്നിവ ചേർന്നതാണ് ലഘു ജൈവ കണികകൾ എന്ന് പറയുന്നത്. അപ്പോൾ അമിനോ ആസിഡ്, മോണോസാക്കറൈഡ്, നൈട്രജൻ ബേസുകൾ, ഫാറ്റി ആസിഡുകൾ മുതലായവ ചേർന്നതാണ് എന്ത്? ലഘു ജൈവ കണികകൾ. ഇനി സങ്കീർണ ജൈവ കണികകളിൽ എന്തൊക്കെയുണ്ട്? ലഘു ജൈവ കണികകൾ പിന്നീട് സങ്കീർണ ജൈവ കണികകളിലോട്ട് മാറി. സങ്കീർണ ജൈവ കണികളിൽ ഏതൊക്കെയാണ്? പ്രോട്ടീൻ, പോളിസാക്കറൈഡ്, ന്യൂക്ലിയോടൈഡുകൾ, കൊഴുപ്പുകൾ മുതലായവ സങ്കീർണ ജൈവ കണികകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് സങ്കീർണ ജൈവ കണികകളിലുള്ളത്? പ്രോട്ടീന്, പോളിസാക്കറൈഡ്, ന്യൂക്ലിയോടൈഡുകൾ, കൊഴുപ്പ് മുതലായവ. ഇനി പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ്? ഈ ന്യൂക്ലിക് ആസിഡുകൾ, കൊഴുപ്പ് ആവരണം. അപ്പോൾ ലഘു ജൈവ കണികകളിൽ നിന്ന് ന്യൂക്ലിക് ആസിഡുകളും സങ്കീർണ ജൈവ കണികകളിൽ നിന്ന് എന്തും കൊഴുപ്പ് ആവരണവും കൂടിച്ചേർന്ന് ഇന്ന് നമ്മൾ കാണുന്ന എന്തായി മാറി? ആദിമകോശം ഉണ്ടായി എന്നാണ് നമ്മുടെ രാസപരിണാമത്തിൽ പറയുന്നത്. അപ്പോൾ ആദിമകോശം ഉണ്ടായത് എങ്ങനെയെന്നാണ് നമ്മളിവിടെ പറഞ്ഞത്? ആദിമ ഭൂമിയുടെ അന്തരീക്ഷം മുതൽ നമ്മുടെ ന്യൂക്ലിയോ ആസിഡുകൾ, കൊഴുപ്പ് ആവരണം, ഇതെല്ലാം കൂടിയാണ് ആദിമകോശം ഉണ്ടായത്. അടുത്ത് നമ്മൾ പറയുന്നത് യുറേ മില്ലർ പരീക്ഷണമാണ്. മീഥേൻ, അമോണിയ, ഹൈഡ്രജൻ, നീരാവി എന്നിവ ചേർന്ന ആദിമ ഭൗമ അന്തരീക്ഷത്തെ കൃത്രിമമായി രൂപപ്പെടുത്തി പരീക്ഷണം നടത്തിയത് ആരൊക്കെയാണ്? ഹരോൾഡ് യുറയും സ്റ്റാൻലി മില്ലറും കൂടി ചേർന്നിട്ടാണ്. അപ്പോൾ ഹരോൾഡ് യുറയുടെയും സ്റ്റാൻലി മില്ലറിൻ്റെയും പരീക്ഷണം എന്തായിരുന്നു? മീഥേൻ, അമോണിയ, ഹൈഡ്രജൻ, നീരാവി എന്നിവ ചേർന്ന ആദിമ ഭൗമ അന്തരീക്ഷത്തെ കൃത്രിമമായി രൂപപ്പെടുത്തി പരീക്ഷണം നടത്തിയത് ആരൊക്കെയാണ്? നമ്മുടെ ഹരോൾഡ് യുറയും സ്റ്റാൻലി മില്ലറുമാണ്. ഭൗമ അന്തരീക്ഷത്തിലുണ്ടായിരുന്ന ഇടിമിന്നൽ പോലുള്ള ഊർജ പ്രവാഹത്തിന് പകരമായി ഗ്ലാസ് ഫ്ലാസ്കിലെ വാതക മിശ്രിതത്തിലൂടെ ഉന്നത വോൾട്ടേജിൽ വൈദ്യുതി കടത്തിവിട്ട് ഒരു കണ്ടൻസറിൻ്റെ സഹായത്താൽ തണുപ്പിച്ച് അവക്ഷിപ്ത പദാർത്ഥങ്ങളെ വേർതിരിച്ച് പരിശോധിച്ചപ്പോൾ യുറേ മില്ലർ പരീക്ഷണത്തിലൂടെ ലഭിച്ചത് എന്താണ്? അമിനോ ആസിഡുകളാണ് ലഭിച്ചത്. അപ്പോൾ എങ്ങനെയാണ് അമിനോ ആസിഡുകൾ യുറേ മില്ലർ പരീക്ഷണത്തിലൂടെ ലഭിച്ചത്? അവരെന്ത് ചെയ്തു? ഭൗമാന്തരീക്ഷത്തിലുണ്ടായിരുന്ന ഇടിമിന്നലിന് പകരം എന്താണ് ഊർജപ്രവാഹത്തിന്, ഇടിമിന്നൽ പോലുള്ള ഊർജപ്രവാഹത്തിന് പകരമായി ഇവരെന്ത് ചെയ്തു? ഗ്ലാസ് ഫ്ലാസ്കിലെ വാതക മിശ്രിതത്തിലൂടെ ഉന്നത വോൾട്ടേജിൽ വൈദ്യുതി കടത്തിവിട്ട് ഒരു കണ്ടൻസറിൻ്റെ സഹായത്തോടെ അതിനെ തണുപ്പിച്ച് എന്ത് ചെയ്തു? അവക്ഷിപ്ത പദാർത്ഥങ്ങളെ വേർതിരിച്ച് പരിശോധിച്ചപ്പോൾ യുറേ മില്ലർ പരീക്ഷണത്തിലൂടെ ലഭിച്ചതാണ് അമിനോ ആസിഡുകൾ. ആദിമ ഭൂമിയിലെ സമുദ്രജലത്തിൽ കോടിക്കണക്കിന് വർഷങ്ങൾ നീണ്ടുനിന്ന രാസപരിണാമ പ്രവർത്തനങ്ങളുടെ ഫലമായി രൂപം കൊണ്ടത് ജൈവ സംയുക്തങ്ങളാണ്. അപ്പോൾ എങ്ങനെയാണ് ജൈവ സംയുക്തങ്ങൾ ഉണ്ടായത്? ആദിമ ഭൂമിയിലെ സമുദ്രജലത്തിൽ കോടിക്കണക്കിന് വർഷങ്ങൾ നീണ്ടുനിന്ന രാസപരിണാമ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ജൈവ സംയുക്തങ്ങൾ രൂപം കൊണ്ടത് എന്നാണ് പറയുന്നത്.
ഇനി ജീവോൽപത്തിയുടെ മുഖ്യഘട്ടങ്ങൾ, അതായത് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പുള്ള ജീവോൽപത്തിയുടെ മുഖ്യഘട്ടങ്ങൾ ഏതൊക്കെയെന്നാണ് നമ്മൾ പഠിക്കുന്നത്. 3800 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവൻ്റെ ഉൽപ്പത്തി ഉണ്ടായി. അപ്പോൾ 3800 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ഭൂമിയിൽ എന്തുണ്ടായത്? ഭൂമിയിൽ ജീവൻ്റെ ഉൽപ്പത്തി ഉണ്ടായത്. അത് കഴിഞ്ഞ് 3500 ദശലക്ഷം വർഷമായപ്പോഴേക്കും പ്രോകാരിയോട്ടുകളുടെ ഉത്ഭവം ഉണ്ടായി. പ്രോകാരിയോട്ടുകൾ എന്ത് ചെയ്തു? ഉത്ഭവിച്ചത് 3500 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ്. അത് കഴിഞ്ഞ് 1500 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് യൂകാരിയോട്ടുകളുടെ ഉത്ഭവം ഉണ്ടായി. അപ്പോൾ 1500 വർഷങ്ങൾക്ക് മുമ്പ് എന്ത് ചെയ്തു? യൂകാരിയോട്ടുകൾ ഉത്ഭവിച്ചു. യൂകാരിയോട്ടുകൾ, അതുപോലെ യൂകാരിയോട്ട് കോളനി എന്നിവ ഉത്ഭവിച്ചത് 1500 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ്. അടുത്ത് 1000 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ബഹുകോശ ജീവികളുടെ ഉത്ഭവമുണ്ടായി. അപ്പോൾ ബഹുകോശ ജീവികൾ ഉത്ഭവിച്ചത് 1000 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ഇതാണ് ജീവോൽപത്തിയുടെ മുഖ്യ ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. ജീവപരിണാമം സിദ്ധാന്തങ്ങളിലൂടെ അതിൽ പ്രധാനപ്പെട്ട സിദ്ധാന്തമാണ് ലാമാർക്കിസം എന്ന് പറയുന്നത്. ആദിമകോശങ്ങൾ മുതൽ ഇന്ന് കാണുന്ന ജൈവ വൈവിധ്യം വരെയുള്ള ജീവൻ്റെ പരിണാമ ചരിത്രം ശാസ്ത്രീയ സിദ്ധാന്തമാക്കി ആദ്യമായി വിശദീകരണം ചെയ്തത് ആരാണ്? നമ്മുടെ ലാമാർക്കാണ്. അപ്പോൾ ആദിമകോശങ്ങൾ മുതൽ ഇന്ന് കാണുന്ന ജൈവ വൈവിധ്യം വരെയുള്ള ജീവൻ്റെ പരിണാമ ചരിത്രം എന്ത് ചെയ്തു? ശാസ്ത്രീയ സിദ്ധാന്തമാക്കി ആദ്യമായി വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞനാണ് ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക്. ഫ്രഞ്ചുകാരനാണ് അദ്ദേഹം. അപ്പോൾ ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്കാണ് എന്ത് ചെയ്തത്? നമ്മുടെ ആദിമകോശങ്ങൾ മുതൽ ആധുനിക ജീവൻ്റെ പരിണാമ ചരിത്രം എന്ത് ചെയ്തത്? ഇന്ന് കാണുന്ന ജൈവ വൈവിധ്യം വരെയുള്ള ജീവപരിണാമ ചരിത്രം ശാസ്ത്രീയമായി വിശദീകരണം നൽകിയത്. അതൊരു സിദ്ധാന്തം, ശാസ്ത്രീയ സിദ്ധാന്തമാക്കി എന്ത് ചെയ്തു? ഇദ്ദേഹം വിശദീകരണം നൽകി. ആരാ? ഫ്രഞ്ചുകാരനായ ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക്. ജീവികൾ ജീവിതകാലത്ത് ആർജിക്കുന്ന സ്വയാർജിത സ്വഭാവങ്ങൾ തലമുറകളിലൂടെ കൂടിച്ചേർന്ന് പുതിയ ജീവജാതികൾ രൂപപ്പെടുന്നു എന്ന വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞനാണ് ആര്? ലാമാർക്ക്. അപ്പോൾ സ്വയാർജിത സ്വഭാവങ്ങൾ, ജീവികൾ എന്ത് ചെയ്യുന്നു? ജീവിതകാലത്ത് ആർജിക്കുന്ന സ്വയാർജിത സ്വഭാവങ്ങൾ തലമുറകളിലൂടെ എന്ത് ചെയ്യുന്നു? കൂടിച്ചേർന്ന് പുതിയ ജീവജാതികൾ രൂപപ്പെടുന്നു എന്ന് പറഞ്ഞത് ആരാണ്? നമ്മുടെ ലാമാർക്കാണ്. ഇനി ജീവികൾ അപ്പോൾ ജീവിതകാലത്ത് ആർജിക്കുന്ന സ്വയാർജിത സ്വഭാവങ്ങൾ അദ്ദേഹം എന്ത് ചെയ്തു? തലമുറകളിലൂടെ കൂടിച്ചേർന്ന് പുതിയ ജീവജാതികൾ രൂപപ്പെടുന്നു എന്ന് വിശദീകരണം നൽകിയത് ലാമാർക്കാണ്. സ്വയാർജിത സ്വഭാവത്തിന് ലാമാർക്ക് നൽകിയ ഉദാഹരണം എന്തൊക്കെയാണ്? അപ്പോൾ സ്വയാർജിത സ്വഭാവത്തിന് ലാമാർക്ക് നൽകിയ ഉദാഹരണം, ആദ്യകാലങ്ങളിൽ ജിറാഫിന് നീളം കുറഞ്ഞ കഴുത്തായിരുന്നു. അപ്പം ആദ്യകാലത്ത് ജിറാഫിന് എന്തായിരുന്നു? നീളം കുറഞ്ഞ കഴുത്തായിരുന്നു. പക്ഷെ എന്ത് ചെയ്തു? ഭക്ഷ്യ ദൗർലഭ്യം നേരിട്ടതോടെ അവ ക്രമേണ കഴുത്ത് നീട്ടി ഉയരമുള്ള മരങ്ങളെ എന്ത് ചെയ്തു? ആശ്രയിച്ചു. അപ്പോൾ ഭക്ഷ്യ ദൗർലഭ്യം ഉണ്ടായപ്പോൾ ഇവരെന്ത് ചെയ്തു? ക്രമേണ ഇങ്ങനെ കഴുത്ത് നീട്ടി ഉയരമുള്ള മരങ്ങളെ ആശ്രയിച്ചതിൻ്റെ ഫലമായിട്ട് അവയുടെ കഴുത്തിന് നീളം കൂടിയ ജിറാഫുകൾ തലമുറകളിലൂടെ രൂപപ്പെട്ടു എന്നാണ് ആര് പറയുന്നത്? ലാമാർക്ക് പറയുന്നത്. സ്വയാർജിത സ്വഭാവങ്ങൾ പാരമ്പര്യമായി കൈമാറ്റം ചെയ്യപ്പെടുകയില്ല എന്നതിനാൽ ലാമാർക്കിൻ്റെ വിശദീകരണത്തെ ശാസ്ത്രലോകം അംഗീകരിച്ചില്ല. അപ്പോൾ സ്വയാർജിത സ്വഭാവങ്ങൾ പാരമ്പര്യമായിട്ട് കൈമാറുകയില്ലെന്നാണ് ആര് തെളിയിച്ചത്? ആധുനിക സിദ്ധാന്തങ്ങൾ തെളിയിച്ചത്. അതുകൊണ്ട് തന്നെ ലാമാർക്കിൻ്റെ സിദ്ധാന്തം എന്ത് ചെയ്തു? ശാസ്ത്രലോകം അംഗീകരിച്ചില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അടുത്ത് നമ്മൾ പറയുന്നത് ഡാർവിനിസമാണ്. എന്താണ് ഡാർവിനിസത്തിൽ പറയുന്നത്? ജീവപരിണാമവുമായി ബന്ധപ്പെട്ട യുക്തിസഹമായ ശാസ്ത്രീയ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച പ്രകൃതി ശാസ്ത്രജ്ഞനാണ് ചാൾസ് റോബർട്ട് ഡാർവിൻ.
ഇംഗ്ലീഷുകാരനാണ് ചാൾസ് റോബർട്ട് ഡാർവിൻ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ജീവപരിണാമവുമായി ബന്ധപ്പെട്ട യുക്തിസഹമായ ശാസ്ത്രീയ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച പ്രകൃതി ശാസ്ത്രജ്ഞനാണ് നമ്മുടെ ഡാർവിൻ എന്ന് പറയുന്നത്. പരിണാമ സിദ്ധാന്തത്തിൻ്റെ പഠനങ്ങൾക്കായി ഡാർവിൻ സഞ്ചരിച്ച ദ്വീപ്. അപ്പോൾ ഈ പരിണാമ സിദ്ധാന്തത്തിൻ്റെ പഠനങ്ങൾക്ക് വേണ്ടി ഡാർവിൻ എന്ത് ചെയ്തു? ഒരു ദ്വീപിൽ സഞ്ചരിച്ചു. ആ ദ്വീപിൻ്റെ പേരാണ് ഗാലപ്പഗോസ് ദ്വീപ്. അപ്പോൾ ഡാർവിൻ സഞ്ചരിച്ച ദ്വീപിൻ്റെ പേരെന്താണ്? ഗാലപ്പഗോസ് ദ്വീപ്. ഏത് കപ്പലിലാണ് ഡാർവിൻ സഞ്ചരിച്ചതെന്ന് ചോദിച്ചാൽ HMS ബീഗിൾ എന്ന കപ്പലിലാണ് ആര് സഞ്ചരിച്ചത്? ഡാർവിൻ സഞ്ചരിച്ചത്. അപ്പോൾ പരിണാമ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് ഡാർവിൻ സഞ്ചരിച്ച ദ്വീപ് ചോദിച്ചാൽ അത് ഗാലപ്പഗോസ് ദ്വീപും അദ്ദേഹം സഞ്ചരിച്ച കപ്പൽ ഏതെന്ന് ചോദിച്ചാൽ അതെന്താണ്? HMS ബീഗിൾ എന്ന കപ്പലുമാണ്. ഗാലപ്പഗോസ് ദ്വീപ സമൂഹങ്ങളിൽ ഡാർവിൻ പഠനവിധേയമാക്കിയ ജീവികളിൽ സവിശേഷ പ്രാധാന്യമുണ്ടായിരുന്ന ജീവിവർഗം ഏതായിരുന്നു? അതാണ് കുരുവികൾ. അപ്പോൾ ഡാർവിൻ പഠനവിധേയമാക്കിയ ജീവിവർഗം ഏതെന്ന് ചോദിച്ചാൽ അതേതാണ്? കുരുവികളിലാണ് ഡാർവിൻ പഠനവിധേയമാക്കിയത്. അതേ സ്ഥാനത്ത് ലാമാർക്ക് പഠനവിധേയമാക്കിയത് ജിറാഫിനെയാണ്. കുരുവികളുടെ കൊക്കുകളിൽ കാണപ്പെട്ട വൈവിധ്യമാണ് ഡാർവിനെ ആകർഷിച്ചത്. അപ്പോൾ കുരുവികളിൽ പഠനവിധേയമാക്കിയപ്പോൾ കുരുവികളുടെ കൊക്കുകളിൽ അദ്ദേഹം വൈവിധ്യമാണ്, അവയുടെ കൊക്കുകളിൽ കാണപ്പെട്ട വൈവിധ്യമാണ് ഡാർവിനെ ആകർഷിച്ചത്. ഡാർവിൻ നിരീക്ഷിച്ച കുരുവികൾക്ക് ആഹാര രീതിക്ക് അനുസൃതമായ ആകൃതിയിലുള്ള കൊക്കുകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഡാർവിൻ്റെ കൊക്കുകളുടെ പ്രത്യേകത എന്തായിരുന്നു? കുരുവികളുടെ കൊക്കുകൾക്കുണ്ടായിരുന്ന പ്രത്യേകത അവയുടെ ആഹാര രീതിക്ക് അനുസൃതമായ ആകൃതിയിലുള്ള കൊക്കുകളാണ് ആർക്കുണ്ടായിരുന്നത്? ഡാർവിൻ നിരീക്ഷിച്ച കുരുവികൾക്ക് ഉണ്ടായിരുന്നത്. ഇനി ഡാർവിനെ സ്വാധീനിച്ച ആശയം നമുക്ക് നോക്കാം. കുരുവികളുടെ കൊക്കുകളിൽ കാണപ്പെടുന്ന വൈവിധ്യത്തിന് കാരണം കണ്ടെത്താൻ ഡാർവിനെ സ്വാധീനിച്ച ആശയത്തിൻ്റെ ഉപജ്ഞാതാവാണ് തോമസ് റോബർട്ട് മാൽത്യൂസ്. സാമ്പത്തിക വിദഗ്ധനാണ് അദ്ദേഹം. അപ്പോൾ സാമ്പത്തിക വിദഗ്ധനായ തോമസ് റോബർട്ട് മാൽത്യൂസ് ആണ് കുരുവികളുടെ കൊക്കുകളിൽ കാണപ്പെടുന്ന വൈവിധ്യത്തിന് കാരണം കണ്ടെത്താൻ ആരെ സ്വാധീനിച്ചത്? ഡാർവിനെ സ്വാധീനിച്ചത്. മനുഷ്യ ജനസംഖ്യ വർദ്ധിക്കുന്നതിന് ആനുപാതികമായി ഭക്ഷ്യോൽപാദനം വർദ്ധിക്കുന്നില്ലെന്നും ഭക്ഷ്യ ദൗർലഭ്യവും രോഗവും പട്ടിണിയും അതിജീവനത്തിനുള്ള മത്സരം ഉണ്ടാക്കുമെന്നും ചൂണ്ടിക്കാട്ടിയ വ്യക്തിയാണ് ആര്? റോബർട്ട് മാൽത്യൂസ് എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു സാമ്പത്തിക ചിന്തകനാണ്, സാമ്പത്തിക വിദഗ്ധനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു മനുഷ്യ ജനസംഖ്യ വർദ്ധിക്കുന്നതിന് ആനുപാതികമായി എന്ത് കൂടുന്നില്ല? ഭക്ഷ്യോൽപാദനം വർദ്ധിക്കുന്നില്ല. അതുപോലെ ഭക്ഷ്യ ദൗർലഭ്യവും രോഗവും പട്ടിണിയും അതിജീവനത്തിനുള്ള മത്സരം ഉണ്ടാക്കുമെന്നും ആര് ചൂണ്ടിക്കാട്ടി? നമ്മുടെ റോബർട്ട് മാൽത്യൂസ്, സാമ്പത്തിക വിദഗ്ധനായ റോബർട്ട് മാൽത്യൂസ് ചൂണ്ടിക്കാട്ടി. ഇനി ഡാർവിന് ശേഷമുള്ള അറിവുകൾ കൂട്ടിച്ചേർത്ത് പുതുക്കി രൂപപ്പെടുത്തിയ സിദ്ധാന്തമാണ് നിയോ ഡാർവിനിസം. അപ്പോൾ ഡാർവിന് ശേഷം എന്ത് ചെയ്തു? ഒരു പുതിയ സിദ്ധാന്തം രൂപപ്പെടുത്തി. ഡാർവിൻ്റെ അറിവുകളെല്ലാം കൂടി കൂട്ടിച്ചേർത്തി ഒരു പുതിയ സിദ്ധാന്തം രൂപപ്പെടുത്തി. അതിനെ പറയുന്ന പേരാണ് നിയോ ഡാർവിനിസം. പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തത്തെക്കുറിച്ചാണ് അടുത്ത് നമ്മൾ പറയുന്നത്. പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ചാൾസ് ഡാർവിനാണ് പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്. വ്യത്യസ്ത ജീവജാതികൾ രൂപപ്പെടാനുള്ള കാരണം പ്രകൃതിയുടെ തിരഞ്ഞെടുപ്പാണ് എന്ന ഡാർവിൻ്റെ വിശദീകരണം അറിയപ്പെടുന്നതാണ് പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം. അപ്പോൾ ഡാർവിൻ്റെ സിദ്ധാന്തമാണ് പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം. എന്താണ് പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തത്തിൽ പറയുന്നത്? വ്യത്യസ്ത ജീവജാതികൾ രൂപപ്പെടാനുള്ള കാരണം പ്രകൃതിയുടെ തിരഞ്ഞെടുപ്പാണ് എന്ന ഡാർവിൻ്റെ വിശദീകരണമാണ് എന്തെന്നറിയപ്പെടുന്നത്? പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം എന്ന് അറിയപ്പെടുന്നത്. പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ച ഡാർവിൻ്റെ വിഖ്യാത ഗ്രന്ഥമാണ് പ്രകൃതി നിർദ്ധാരണം വഴിയുള്ള ജീവിവർഗ ഉൽപ്പത്തി എന്ന് പറയുന്നത്. അപ്പോൾ ഡാർവിൻ്റെ ഏത് ഗ്രന്ഥത്തിലൂടെയാണ് പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചത്? അദ്ദേഹം പ്രകൃതി നിർദ്ധാരണം വഴിയുള്ള ജീവിവർഗ ഉൽപ്പത്തി എന്ന പുസ്തകത്തിലൂടെയാണ് അദ്ദേഹം എന്ത് ചെയ്തത്? തൻ്റെ ആശയങ്ങൾ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചത്.
ഓരോ ജീവിവർഗവും ആകുന്നതിലും അധികം കൂടുതൽ സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും അവ ഭക്ഷണത്തിനും വാസസ്ഥലത്തിനും ഇണയ്ക്കും വേണ്ടി മത്സരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഡാർവിൻ കണ്ടെത്തിയത് എന്താണ്? അദ്ദേഹം പറഞ്ഞത് ഓരോ ജീവിവർഗവും നിലനിൽക്കാനാകുന്നതിലും അധികം കൂടുതൽ സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ അവരുടെ സന്താനങ്ങളെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നു, അവ ഭക്ഷണത്തിനും വാസസ്ഥലത്തിനും ഇണയ്ക്കും വേണ്ടി എന്ത് ചെയ്യുന്നു? മത്സരിക്കുകയും ചെയ്യുന്നു എന്നാണ് ആര് പറയുന്നത്? ഡാർവിൻ പറയുന്നത്. നിലനിൽപ്പിന് വേണ്ടിയുള്ള മത്സരത്തിൽ അനുകൂല വ്യതിയാനങ്ങൾ ഉള്ളവ നിലനിൽക്കുന്നു, അല്ലാത്തവ നശിക്കുന്നു. അപ്പോൾ ഈ നിലനിൽപ്പിന് വേണ്ടിയുള്ള മത്സരത്തിൽ അനുകൂലമായിട്ടുള്ളവ എന്ത് ചെയ്യുന്നു? നിലനിൽക്കുന്നു. അനുകൂല വ്യതിയാനങ്ങൾ ഉള്ളവ നിലനിൽക്കുന്നു, അല്ലാത്തവ എന്ത് ചെയ്യുന്നു? നശിക്കുന്നു. തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെടുകയും വ്യത്യസ്ത രീതിയിൽ ആവർത്തിക്കുകയും ചെയ്യുന്ന വ്യതിയാനങ്ങൾ മുൻഗാമികളിൽ നിന്ന് വ്യത്യസ്തമായ ജീവജാതികളെ രൂപപ്പെടുത്തുന്നു. അപ്പോൾ തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെടുകയും വ്യത്യസ്ത രീതിയിൽ ആവർത്തിക്കുകയും ചെയ്യുന്ന വ്യതിയാനങ്ങൾ എന്ത് ചെയ്യുന്നു? മുൻഗാമികളിൽ നിന്ന് വ്യത്യസ്തമായി ജീവജാതികളെ രൂപപ്പെടുത്തുന്നു എന്നാണ് ആര് പറയുന്നത്? ഡാർവിൻ പറയുന്നത്. ഇനി അടുത്തൊരു സിദ്ധാന്തമാണ് ഉൽപരിവർത്തന സിദ്ധാന്തം. അപ്പോൾ ഉൽപരിവർത്തന സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആര് എന്ന് ചോദിച്ചാൽ അതാരാണ്? ഹ്യൂഗോ ഡി വ്രീസ് ആണ്. ഡച്ചുകാരനായ ഹ്യൂഗോ ഡി വ്രീസ് ആണ് ഏത് സിദ്ധാന്തം കൊണ്ടുവന്നത്? ഉൽപരിവർത്തന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഹ്യൂഗോ ഡി വ്രീസ്, ഡച്ചുകാരനാണ്. ജീനുകൾക്ക് സംഭവിക്കുന്ന ആകസ്മിക മാറ്റങ്ങൾ അറിയപ്പെടുന്നത് ഉൽപരിവർത്തനങ്ങൾ എന്നാണ്. അപ്പോൾ ഉൽപരിവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? ജീനുകൾക്ക് സംഭവിക്കുന്ന ആകസ്മിക മാറ്റങ്ങളാണ് ഉൽപരിവർത്തനങ്ങൾ എന്നറിയപ്പെടുന്നത്. ഉൽപരിവർത്തനം വഴി ഉണ്ടാകുന്ന ആകസ്മിക വ്യതിയാനങ്ങൾ പാരമ്പര്യമായി കൈമാറ്റം ചെയ്യപ്പെടുന്നത് വഴി പുതിയ ജീവജാതികൾ രൂപപ്പെടുന്നുവെന്ന് വിശദീകരിക്കുന്ന സിദ്ധാന്തമാണ് ഏത് സിദ്ധാന്തം? ഉൽപരിവർത്തന സിദ്ധാന്തം. അപ്പോൾ ഉൽപരിവർത്തന സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉൽപരിവർത്തനം വഴി ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ എന്ത് ചെയ്യുന്നു? പാരമ്പര്യമായി കൈമാറ്റം ചെയ്യപ്പെടുന്നത് വഴി പുതിയ ജീവജാതികൾ രൂപപ്പെടുന്നുവെന്ന് വിശദീകരിക്കുന്ന സിദ്ധാന്തമാണ് ഏത്? ഉൽപരിവർത്തന സിദ്ധാന്തം. വ്യതിയാനങ്ങൾക്ക് നിദാനമായ ഉൽപരിവർത്തനങ്ങളാണ് ജീവിഗണങ്ങളുടെ പരിണാമത്തിലേക്ക് നയിക്കുന്നതെന്ന് പിന്നീട് വിശദീകരിക്കപ്പെട്ടു. അപ്പോൾ എങ്ങനെയാണ് വ്യതിയാനങ്ങൾക്ക് നിദാനമായ ഉൽപരിവർത്തനം ജീവിഗണങ്ങളുടെ പരിണാമത്തിലേക്ക് നയിക്കുന്നുവെന്ന് പിന്നീട് എന്ത് ചെയ്തു? വിശദീകരിക്കപ്പെട്ടു. അടുത്ത് നമ്മൾ പറയുന്നത് പരിണാമത്തിൻ്റെ തെളിവുകളെ കുറിച്ചാണ്. അപ്പോൾ പരിണാമത്തിൻ്റെ തെളിവുകളിൽ എന്തൊക്കെയാണ് പറയുന്നത്? ഫോസിൽ പഠനം, ആകാര താരതമ്യ പഠനം, ശരീരധർമ്മശാസ്ത്രം, തന്മാത്രാ ജീവശാസ്ത്രം, ഈ 4 എണ്ണമാണ് പരിണാമത്തിൻ്റെ തെളിവുകളുമായി ബന്ധപ്പെട്ടത്. അപ്പം 4 കാര്യങ്ങളുണ്ട്. പരിണാമത്തിൻ്റെ തെളിവുകളുമായി ബന്ധപ്പെട്ട 4 വസ്തുതകളാണുള്ളത്. ഫോസിൽ പഠനം, ആകാര താരതമ്യ പഠനം, ശരീരധർമ്മശാസ്ത്രം, തന്മാത്രാ ജീവശാസ്ത്രം. അതിലാദ്യമായി നമ്മൾ പറയുന്നത് ഫോസിൽ പഠനമാണ്. എന്താണ് ഫോസിൽ പഠനത്തിൽ പറയുന്നത്? ആദിമകാലത്തെ ജീവികളുടെ അവശിഷ്ടങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? ഫോസിലുകൾ എന്നാണ്. ഫോസിലുകൾ നൽകുന്ന തെളിവുകൾ എന്തൊക്കെയാണ്? അപ്പോൾ ഫോസിലുകൾ നൽകുന്ന തെളിവുകൾ പുരാതന ഫോസിലുകൾക്ക് ലളിത ഘടനയാണുള്ളത്. അപ്പോൾ പുരാതന ഫോസിലുകൾക്ക് ലളിത ഘടനയാണുള്ളത്. അടുത്ത കാലത്തുണ്ടായ ഫോസിലുകൾക്ക് സങ്കീർണ ഘടനയാണുള്ളത്. അപ്പോൾ പുരാതന ഫോസിലുകൾക്ക് ലളിത ഘടനയും അടുത്ത കാലത്തുണ്ടായ ഫോസിലുകൾക്ക് എന്ത് ഘടനയുണ്ട്? സങ്കീർണ ഘടനയുമാണുള്ളത്. ചില ഫോസിലുകൾ ജീവിവർഗങ്ങൾ തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്നവയാണ്. അപ്പോൾ ചില ഫോസിലുകളുടെ പ്രത്യേകത എന്താണ്? ജീവിവർഗങ്ങൾ തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്നു. ഫോസിലുകൾ ജീവികളുടെ ശരീരങ്ങളോ ശരീരഭാഗങ്ങളോ മുദ്രകളോ ആകാം. അപ്പോൾ ഫോസിലുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊന്നുകിൽ ഫോസിലുകൾ എന്ന് പറഞ്ഞാൽ അതൊന്നുകിൽ ജീവികളുടെ ശരീരമാകാം, അതല്ലെങ്കിൽ ശരീരഭാഗങ്ങളാകാം, അതുമല്ലെങ്കിൽ മുദ്രകളാകാം എന്നാണ് പറയുന്നത്. ശാസ്ത്രീയ പരിശോധനകളിലൂടെയാണ് ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഫോസിലുകളുടെ പരിശോധന കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? ശാസ്ത്രീയ പരിശോധനയിലൂടെയാണ്. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? കാർബൺ 14 ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. കാർബൺ 14 ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നത് കാർബൺ 14. ഫോസിൽ തെളിവുകളെ കൂടുതൽ ശാസ്ത്രീയമാക്കുന്നത് കോശവിജ്ഞാനീയം, തന്മാത്ര ജീവശാസ്ത്രം എന്നിവയാണ്. അപ്പോൾ ഫോസിൽ തെളിവുകളെ കൂടുതൽ ശാസ്ത്രീയമാക്കുന്ന 2 കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തത് കോശവിജ്ഞാനീയവും രണ്ടാമത്തത് തന്മാത്ര ജീവശാസ്ത്രവുമാണ്.
ലഭ്യമായതിൽ വെച്ച് ഏറ്റവും കാലപ്പഴക്കമുള്ള ഫോസില് 3.5 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന പ്രോക്യാരിയോട്ടുകളുടേതാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് അല്ലെങ്കിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന ഫോസിൽ ഏതാണ്? 3500 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രോക്യാരിയോട്ടുകളുടേതാണ്. വിവിധ ശിലാപാളികളിൽ നിന്നും ലഭിച്ച ഫോസിലുകൾ പ്രോക്യാരിയോട്ടുകളിൽ നിന്ന് യൂക്യാരിയോട്ടുകളിലേക്കുള്ള പരിണാമം കൃത്യമായി അടയാളപ്പെടുത്തുന്നു. അപ്പോൾ വിവിധ ശിലാപാളികളിൽ നിന്ന് ലഭിച്ച ഫോസിലുകൾ എന്ത് ചെയ്യുന്നു? പ്രോക്യാരിയോട്ടുകളിൽ നിന്ന് യൂക്യാരിയോട്ടുകളിലേക്കുള്ള പരിണാമം കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു? അടയാളപ്പെടുത്തുന്നു. ഇനി ആകാര താരതമ്യ പഠനത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരേ ഘടനയുള്ളവയും വ്യത്യസ്ത ധർമ്മങ്ങൾ നിർവഹിക്കുന്നവയുമായ അവയവങ്ങൾ അറിയപ്പെടുന്നതാണ് അനുരൂപ അവയവങ്ങൾ. അപ്പോൾ ഈ ആകാര താരതമ്യ പഠനത്തിൽ എന്താ പറയുന്നത്? ഒരേ ഘടനയുള്ളതും വ്യത്യസ്ത ധർമ്മങ്ങൾ നിർവഹിക്കുന്നതുമായ അവയവങ്ങൾ അറിയപ്പെടുന്ന പേരാണ് അനുരൂപ അവയവങ്ങൾ എന്നാണ് ഇതിന് പറയുന്നത്. ഇനി ജൈവരസതന്ത്രവുമുണ്ട്, ശരീരധർമ്മശാസ്ത്രവുമുണ്ട്. എന്താണെന്ന് നോക്കാം. ജൈവരസതന്ത്രവും ശരീരധർമ്മശാസ്ത്രവും. സൂക്ഷ്മജീവികളും സസ്യങ്ങളും ജന്തുക്കളും കാഴ്ചയിൽ വ്യത്യസ്തങ്ങളാണെങ്കിലും ഇവയുടെ എല്ലാം കോശഘടനയിലും ജീവധർമ്മങ്ങളിലും ഏറെ സാമ്യമുണ്ട്. അപ്പോൾ സൂക്ഷ്മജീവികളും സസ്യങ്ങളും ജന്തുക്കളും ഒക്കെ കാഴ്ചയിൽ എങ്ങനെയാണ്? വ്യത്യസ്തമാണ്. പക്ഷേ ഇവയുടെയൊക്കെ കോശഘടനയിലും ജീവധർമ്മങ്ങളിലും എന്താണ്? വളരെ സാമ്യമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. രാസപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് എൻസൈമുകളാണ്. ഊർജം സംഭരിക്കുന്നത് ATP തന്മാത്രകളിലാണ്. പാരമ്പര്യ സ്വഭാവം നിർണ്ണയിക്കുന്നത് ജീനുകളാണ്. അടിസ്ഥാന പദാർത്ഥങ്ങൾ എന്നറിയപ്പെടുന്നത് ധാന്യകങ്ങൾ, പ്രോട്ടീൻ, കൊഴുപ്പ് എന്നിവയാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? രാസപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് എൻസൈമുകളും, ഊർജം സംഭരിക്കുന്നത് ATP തന്മാത്രകളിൽ, പാരമ്പര്യ സ്വഭാവങ്ങൾ നിർണ്ണയിക്കുന്നത് ജീനുകളാണ്, അടിസ്ഥാന പദാർത്ഥങ്ങൾ എന്നറിയപ്പെടുന്നത് ധാന്യകങ്ങൾ, പ്രോട്ടീൻ, കൊഴുപ്പ് എന്നിവയാണ്. ഇനി തന്മാത്രാ ജീവശാസ്ത്രത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പ്രോട്ടീൻ തന്മാത്രകളുടെ താരതമ്യ പഠനം വ്യത്യസ്ത ജീവികൾ തമ്മിലുള്ള പരിണാമപരമായ ബന്ധം കണ്ടെത്തുന്നതിന് സഹായിക്കുന്നു. അപ്പോൾ തന്മാത്രാ ജീവശാസ്ത്രത്തിൽ പറയുന്നത് എന്താണ്? പ്രോട്ടീൻ തന്മാത്രകളുടെ താരതമ്യ പഠനം വ്യത്യസ്ത ജീവികൾ തമ്മിലുള്ള പരിണാമപരമായ ബന്ധം കണ്ടെത്തുന്നതിന് സഹായിക്കുന്നുവെന്നാണ് തന്മാത്രാ ജീവശാസ്ത്രത്തിൽ പറയുന്നത്. പ്രോട്ടീൻ തന്മാത്രകളിലെ അമിനോ ആസിഡ് ശൃംഖലകളെ നിർണ്ണയിക്കുന്ന ജീനുകൾക്ക് ഉണ്ടാകുന്ന ഉൽപരിവർത്തനം അമിനോ ആസിഡുകളിൽ വ്യത്യാസമുണ്ടാകാൻ കാരണമാകുന്നു. അപ്പോൾ എന്താണ് അമിനോ ആസിഡുകളിൽ വ്യത്യാസമുണ്ടാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ പ്രോട്ടീൻ തന്മാത്രകളിലെ അമിനോ ആസിഡ് ശൃംഖലകളെ നിർണ്ണയിക്കുന്ന ജീനുകൾക്ക് എന്തിനുള്ള കഴിവുണ്ട്? ഉൽപരിവർത്തനം. ആ ജീനുകൾക്കുണ്ടാകുന്ന ഉൽപരിവർത്തനം അമിനോ ആസിഡുകളിൽ വ്യത്യാസമുണ്ടാക്കാൻ കാരണമാകുന്നു എന്നാണ് പറയുന്നത്. ഇനി തന്മാത്രാ പഠനം വഴി മനുഷ്യരിലെ ഹീമോഗ്ലോബിനിലെ ബീറ്റ ശൃംഖലയിലെ അമിനോ ആസിഡുകളുമായി മറ്റ് ജീവികളിലെ ബീറ്റ ശൃംഖലയിലെ അമിനോ ആസിഡുകളെ താരതമ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മനുഷ്യനിലെ ഹീമോഗ്ലോബിനിലെ ബീറ്റ ശൃംഖലയിലെ അമിനോ ആസിഡുകളുമായി മറ്റ് ജീവികളിലെ അമിനോ ആസിഡുകളെ എന്ത് ചെയ്തിട്ടുണ്ട്? താരതമ്യപ്പെടുത്തിയിട്ടുണ്ട്. ആ താരതമ്യ പഠനം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണെന്ന് നോക്കാം. മറ്റ് ജീവികളെ തന്നിട്ടുണ്ട്. അതുപോലെ മനുഷ്യരിലെ ഹീമോഗ്ലോബിനിലെ ബീറ്റ ശൃംഖലയിലെ അമിനോ ആസിഡുകളിൽ നിന്നുള്ള വ്യത്യാസം എങ്ങനെയാണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ജീവികൾ ചിമ്പാൻസി എടുക്കുകയാണ്. ചിമ്പാൻസിക്കും മനുഷ്യരുടെ ഹീമോഗ്ലോബിനിലെ ബീറ്റ ശൃംഖലയിലെ അമിനോ ആസിഡുകൾ തമ്മിൽ ഇവയ്ക്ക് രണ്ടിലും എന്തില്ല? വ്യത്യാസമില്ല. അപ്പോൾ ചിമ്പാൻസിയുടെയും മനുഷ്യൻ്റെയും ഹീമോഗ്ലോബിനിലെ ബീറ്റ ശൃംഖലയിലെ അമിനോ ആസിഡുകളിൽ നിന്നുള്ള വ്യത്യാസം രണ്ടുപേർക്കുമില്ല. അത് രണ്ടും സാമ്യമാണെന്നാണ് ഇവിടെ പറയുന്നത്. ഇനി ഗൊറില്ലയെ നമ്മൾ എടുക്കുകയാണ്. ഗൊറില്ലയ്ക്കാണെങ്കിൽ ഒരു അമിനോ ആസിഡ് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ ഗൊറില്ല എടുക്കുകയാണെങ്കിൽ മനുഷ്യരിലെ ബീറ്റ ശൃംഖലയിലെ അമിനോ ആസിഡുകളിൽ ഒരെണ്ണത്തിൽ വ്യത്യാസമുണ്ടായിരിക്കും. ഇനി എലിയെ എടുക്കുകയാണെങ്കിൽ 31 അമിനോ ആസിഡുകൾ വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ എലിയുടെയും മനുഷ്യൻ്റെയും അമിനോ ആസിഡുകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 31 അമിനോ ആസിഡുകൾ തമ്മിൽ എലിക്ക് വ്യത്യാസമുണ്ട്. ഗൊറില്ലയ്ക്കും മനുഷ്യനും തമ്മിലാണെങ്കിൽ ഒരു അമിനോ ആസിഡ് തമ്മിൽ വ്യത്യാസമുണ്ട്. ചിമ്പാൻസിക്കും മനുഷ്യനും തമ്മിൽ നോക്കുകയാണെങ്കിൽ എന്താണ്? അവിടെ അമിനോ ആസിഡുകൾ തമ്മിൽ വ്യത്യാസമില്ല.
ഒരു പൊതു പൂർവികരിൽ നിന്ന് ശാഖോപശാഖകളായി വേർപെട്ടു വന്ന പരിണാമ ചിത്രം രൂപപ്പെടുത്താൻ ഫലപ്രദമായ രീതിയാണ് നമ്മളിപ്പോൾ പറഞ്ഞ എന്താണ് അമിനോ ആസിഡുകളുടെ വ്യത്യാസം കണക്കാക്കുക എന്ന് പറയുന്നത്. ഇനി മനുഷ്യ പരിണാമത്തെക്കുറിച്ചാണ് പറയുന്നത്. മനുഷ്യൻ, ചിമ്പാൻസി, ഗൊറില്ല, ഒറാങ്കുട്ടൻ, ഗിബ്ബൺ കുരങ്ങുകൾ എന്നീ ജീവികൾ ഉൾപ്പെട്ടിരിക്കുന്ന വിഭാഗത്തിന് പറയുന്നതാണ് ആന്ത്രോപോയിഡിയ. അപ്പം ആന്ത്രോപോയിഡിയയിൽ ആരൊക്കെ ഉൾപ്പെട്ടിരിക്കുന്നു, ആരൊക്കെ ഉൾപ്പെട്ടിട്ടില്ല എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം? മനുഷ്യൻ, ചിമ്പാൻസി, ഗൊറില്ല, ഒറാങ്കുട്ടൻ, ഗിബ്ബൺ കുരങ്ങുകൾ എന്നിവ ഉൾപ്പെട്ടിരിക്കുന്നതാണ് ഏത്? ആന്ത്രോപോയിഡിയ എന്ന് പറയുന്നത്. ആന്ത്രോപോയിഡിയ പിന്നീട് 2 വിഭാഗങ്ങളായി വേർപിരിഞ്ഞു. പിന്നീട് നമ്മൾ എന്ത് ചെയ്തു? ആന്ത്രോപോയിഡിയയെ 2ആയി തിരിച്ചു. അതിലൊന്നാമത്തേത് സെർക്കോപിത്തിക്കോയിഡേയും രണ്ടാമത്തേത് ഹൊമിനോയിഡിയയും ആണ്. അപ്പോൾ സെർക്കോപിത്തിക്കോയിഡെ, ഹൊമിനോയിഡ്. ഇനി എന്താ സെർക്കോപെത്തിക്കോയുടെ പ്രത്യേകത? സെർക്കോപെത്തിക്കോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ മസ്തിഷ്കം, നീളമുള്ള വാലുകൾ എന്നിവയാണ് ആർക്കുള്ളത്? സെർക്കോപെത്തിക്കോയിഡേക്കുള്ളത്. അപ്പോൾ അതിന് ഉദാഹരണം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം, കുരങ്ങുകൾ എന്തിനുദാഹരണമാണ്? സെർക്കോപെത്തിക്കോയിഡേക്ക് ഉദാഹരണമാണ്. ചെറിയ മസ്തിഷ്കം, നീളമുള്ള വാലുകൾ. അപ്പോൾ ഇതാണ് സെർക്കോപെത്തിക്കോയിഡ്. അടുത്ത നമ്മൾ പറയുന്നത് ഹൊമിനോയിഡിയയുടെ പ്രത്യേകത എന്താണ്? ഹൊമിനോയിഡിയയ്ക്ക് എന്താ പ്രത്യേകത? വികസിച്ച മസ്തിഷ്കം, സ്വതന്ത്രമായി ചലിപ്പിക്കാവുന്ന കൈകൾ എന്നിവ ആരുടെ പ്രത്യേകതയാണ്? ഹൊമിനോയിഡിയയുടെ പ്രത്യേകതയാണ്. അപ്പോൾ ഹൊമിനോയിഡിയ എന്തിൽ വരുന്നതാണ്? വികസിച്ച മസ്തിഷ്കം, അതുപോലെ സ്വതന്ത്രമായി ചലിപ്പിക്കാവുന്ന കൈകൾ. ഇതൊക്കെ ആർക്കാണ്? ഹൊമിനോയിഡിയയ്ക്കാണ്. ഉദാഹരണം പറയുമ്പോൾ ഏതൊക്കെ വരും? ഗിബ്ബൺ, ഒറാങ്കുട്ടൻ, ഗൊറില്ല, ചിമ്പാൻസി, മനുഷ്യൻ എന്നിവ ഏതിൽ വരും? ഹൊമിനോയിഡിയയിൽ വരും. ഇതുവരെ 5 കൂട്ട വംശനാശങ്ങൾ നടന്നിട്ടുള്ളതായും ഈ വംശനാശത്തിന് ശേഷം അതിവേഗം ജൈവവൈവിധ്യം പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതായും പരിണാമ ചരിത്രത്തിൽ ഉണ്ട്. അപ്പോൾ ഇതുവരെ എങ്ങനെയാണ്? 5 കൂട്ട വംശനാശങ്ങളാണ് ഇതുവരെ നടന്നിട്ടുള്ളത്. ഈ വംശനാശത്തിന് ശേഷം എന്ത് ചെയ്യുന്നു? ജൈവവൈവിധ്യം അതിവേഗം പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതെന്നും പരിണാമ ചരിത്രത്തിൽ പറയുന്നുണ്ട്. ഇനി ചരിത്രപാതയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പരിണാമ ചരിത്രം മുതൽ ആധുനിക മനുഷ്യൻ വരെയുള്ള ആ ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് അടുത്ത് നമ്മൾ പറയുന്നത്. അതിലൊന്നാമത്തേതാണ് ആർ.ഡി. പിത്തക്കസ് റാമിഡസ് എന്ന് പറയുന്നത്. മനുഷ്യകുലത്തിലെ ഏറ്റവും പുരാതന അംഗമാണ് ആർ.ഡി. പിത്തക്കസ് റാമിഡസ്. അപ്പോൾ ആർ.ഡി. പിത്തക്കസ് റാമിഡസിൻ്റെ പ്രത്യേകത എന്താണ്? മനുഷ്യകുലത്തിലെ ഏറ്റവും പുരാതന അംഗമാണ് ആർ.ഡി. പിത്തക്കസ് റാമിഡസ്. ഇവയുടെ ഫോസിലുകൾ നമുക്ക് ലഭിച്ചത് എവിടെ നിന്നാണ്? ആഫ്രിക്കയിൽ നിന്നാണ് ഫോസിലുകൾ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ വിഭാഗം ഏതാണ്? ആർ.ഡി. പിത്തക്കസ് റാമിഡസ്. ഇനി രണ്ടാമത്തേത് ആസ്ട്രലോപിത്തക്കസ് ആഫറൻസിസ് ആണ്. അതിൻ്റെ പ്രത്യേകത എന്താണ്? മെലിഞ്ഞ ശരീരമാണ്. അപ്പോൾ ആസ്ട്രലോപിത്തക്കസ് അഫറൻസിസിന് എന്താണ്? മെലിഞ്ഞ ശരീരമാണ്. ഇവരുടെ ഫോസിലുകൾ ലഭിച്ചതും എവിടെ നിന്ന് തന്നെയാണ്? ആഫ്രിക്കയിൽ നിന്നാണ്. ഇനി അടുത്ത് നമ്മൾ പറയുന്നു ഹോമോ ഹാബിലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കല്ലിൽ നിന്നും അസ്ഥി കഷണങ്ങളിൽ നിന്നും ആയുധങ്ങൾ നിർമ്മിക്കുന്നവരെയാണ് ഹോമോ ഹാബിലൻസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ അവരുടെ ഹോബി എന്താണ്? കല്ലിൽ നിന്നും എന്താണ്, അതുപോലെ അസ്ഥി കഷണങ്ങളിൽ നിന്നും ആയുധങ്ങൾ നിർമ്മിക്കുക. അതാണ് ആര് ചെയ്യുന്നത്? ഹോമോ ഹാബിലസ് ചെയ്യുന്നത്. ഇവരുടെ എന്താണ് ഫോസിലുകൾ ലഭിച്ചത് എവിടെ നിന്നാണ്? ആഫ്രിക്കയിൽ നിന്നാണ്. അപ്പം നമ്മൾ ഈ പറഞ്ഞ ഏതൊക്കെയാണ്? നമ്മുടെ ആർ.ഡി. പിത്തക്കസ് റാമിഡസ്, ആസ്ട്രലോപിത്തക്കസ് അഫറൻസിസ്, ഹോമോ ഹാബിലസ്, ഇവരുടെ 3ൻ്റെയും എന്താണ് അവശിഷ്ടങ്ങൾ എവിടെ നിന്നാണ് ലഭിച്ചത്? അത് ആഫ്രിക്കയിൽ നിന്നാണ്. ഇനി ആർ.ഡി. പിത്തക്കസ് റാമിഡസിന് എന്താ പ്രത്യേകത? മനുഷ്യകുലത്തിലെ പുരാതന വർഗമാണ്. ആസ്ട്രലോപിത്തക്കസ് അഫറൻസിസോ മെലിഞ്ഞ ശരീരമുള്ളവയാണ്. അടുത്ത 3ാമത്തത് ഹോമോ ഹാബിലസ് എങ്ങനെയുള്ളതാണ്? കല്ലിൽ നിന്നും അസ്ഥി കഷണങ്ങളിൽ നിന്നുമൊക്കെ ആയുധങ്ങൾ നിർമ്മിക്കുന്ന കൂട്ടത്തിലുള്ളതാണ്. അടുത്ത് നമ്മൾ പറയുന്നത് ഹോമോ ഇറക്റ്റസ് ആണ്. ഹോമോ ഇറക്റ്റസിന് കട്ടിയുള്ള കഴുത്താടി, വലിയ പല്ലുകൾ, നിവർന്നു നിൽക്കാനുള്ള കഴിവ് എന്നിവ ആർക്കുണ്ട്? ഹോമോ ഇറക്റ്റസിൻ്റെ പ്രത്യേകതയാണ് കട്ടിയുള്ള കഴുത്താടിയുണ്ട്, വലിയ പല്ലുകളാണ്, നിവർന്നു നിൽക്കാനുള്ള കഴിവും ആർക്കുണ്ട്? ഹോമോ ഇറക്റ്റസിനുണ്ട്. ഈ ഹോമോ ഇറക്റ്റസിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് എവിടെ നിന്നാണ്? ഫോസിലുകൾ കിട്ടിയത് ആഫ്രിക്കയിലും ഏഷ്യയിൽ നിന്നുമാണ് ഫോസിലുകൾ ലഭിച്ചിട്ടുള്ളത്. ആഫ്രിക്കയിൽ നിന്നും ഏഷ്യയിൽ നിന്നും. അടുത്ത് നമ്മൾ പറയുന്നത് ഹോമോ നിയാണ്ടർതാലൻസിസ് ആണ്. ഹോമോ നിയാണ്ടർതാലൻസിസ് എന്ന് പറയുന്നത് ആധുനിക മനുഷ്യൻ്റെ സമകാലീനരാണ്. ഹോമോ നിയാണ്ടർതാലൻസിസ് എന്ന് പറയുന്നത്
യൂറോപ്പ്, ഏഷ്യ എന്നിവിടങ്ങളിൽ നിന്നാണ് ഫോസിലുകൾ ലഭിച്ചത്. അപ്പോൾ ആധുനിക മനുഷ്യൻ്റെ സമകാലീനർ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അതാണ് ഹോമോ നിയാണ്ടർതാലൻസിസ് ആണ്. യൂറോപ്പ്, ഏഷ്യ എന്നിവിടങ്ങളിൽ നിന്നാണ് ഫോസിലുകൾ ലഭിച്ചത്. ഇനി ഹോമോ സാപ്പിയൻസ്, പ്രത്യേകത എന്താണ്? ആധുനിക മനുഷ്യനാണ്. ഹോമോ സാപ്പിയൻസ് എന്നറിയപ്പെടുന്നത് ആധുനിക മനുഷ്യൻ. ആധുനിക മനുഷ്യൻ്റെ ഫോസിലുകൾ ലഭിച്ചത് എവിടെ നിന്നാണ്? ഫ്രാൻസിൽ നിന്നാണ് ആദ്യ ഫോസിലുകൾ ലഭിച്ചത്. അപ്പോൾ ആധുനിക മനുഷ്യൻ്റെ ആദ്യ ഫോസിലുകൾ ലഭിച്ചത് എവിടെ നിന്നാണ്? ഫ്രാൻസിൽ നിന്നാണ്. അപ്പോൾ ഇത്രയുമാണ് മനുഷ്യ പരിണാമ ഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എത്ര ഘട്ടങ്ങളാണ് ഇവിടെ പറഞ്ഞത്? പ്രധാനമായിട്ടും 6 ഘട്ടങ്ങളാണ് ഉള്ളത്. ആർഡിപിത്തക്കസ് റാമിഡസ്, ആസ്ട്രലോപിത്തക്കസ് അഫറൻസിസ്, ഹോമോ ഹാബിലസ്, ഹോമോ ഇറക്റ്റസ്, ഹോമോ നിയാണ്ടർതാലൻസിസ്, ഹോമോ സാപ്പിയൻസ്. അപ്പോൾ ഇതുവരെ ഉള്ള ഇതാണ് നമ്മുടെ 8ാമത്തെ ബയോളജിയുടെ ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ജീവശാസ്ത്രം ഭാഗത്തുള്ള അല്ലെങ്കിൽ ബയോളജി ഭാഗത്തുള്ള ക്ലാസ് അവസാനിച്ചിരിക്കുന്നു. ഇനി അടുത്ത് നമുക്ക് ഫിസിക്സ്, 10ാം ക്ലാസ്സിലെ ഫിസിക്സ്, കെമിസ്ട്രി ഭാഗങ്ങളുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അത് തുടങ്ങാം. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.